വേടനെ പോലുള്ളവർ ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുമ്പോൾ നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അയ്യപ്പൻ പറഞ്ഞിട്ടുണ്ട്, അയ്യങ്കാളി പറഞ്ഞിട്ടുണ്ട്, ചട്ടമ്പി സ്വാമി പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ഓരോരുത്തരും ശങ്കരാചാര്യ സ്വാമി മനീഷ പഞ്ചായത്തിലൂടെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പറയപ്പെടുന്ന ഈ സംവിധാനത്തിൽ വേടൻ തന്റേതായ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആ റാപ്പ് സിസ്റ്റത്തിൽ സംഗീതങ്ങളൊക്കെ വേദപരമാണെന്ന് പറയുമ്പോൾ റാപ്പ് വേദമല്ല എന്ന് പറയാൻ പറ്റില്ല, ആസ്വദിക്കുന്നുണ്ടല്ലോ, അക്ഷരം ബ്രഹ്മല്ലേ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ ഇപ്പോൾ ആക്ഷേപഹാസ്യം ചാക്യാർകൂത്തില്ലേ, ഓട്ടം തുള്ളലില്ലേ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിലെ രീതിക്കനുസരിച്ച് വേടൻ ഈ വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ എന്തിനാണ് അസഹിഷ്ണുത? ഇനി അസഹിഷ്ണുത ഉണ്ടെങ്കിൽ തന്നെ വേടൻ ജാതി ഭീകരവാദം പറയുന്നുവെങ്കിൽ പറയുന്ന വേടനാണോ ജാതി പ്രശ്നം, അതോ ഈ ജാതി പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണോ എന്നുള്ളതല്ലേ വേടനെ ആക്ഷേപിക്കുന്ന ആളുകളുടെ പ്രതിനിധിയോ അല്ലെങ്കിൽ ആളുകൾക്കെതിരെയോ സംസാരിക്കുന്ന മധുജിയെ പോലൊരു ചിന്തിക്കേണ്ടത്. അപ്പൊ വേടൻ പറയുന്നതാണോ പ്രശ്നം? പറയുന്നതാണോ പ്രശ്നം? നമ്മൾ എന്നെ പറഞ്ഞു അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ ഇങ്ങനെ വിഷയം ഉണ്ടായി. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ മാത്രമല്ല, സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ, അതിനു മുമ്പുള്ള കാര്യം നമുക്ക് വിടാം. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഹിന്ദുയിസത്തിന്റെ വക്താക്കളായി ഒരു പ്രത്യേക വിഭാഗത്തെയും സമ്പ്രദായത്തെയും സന്യാസ പാരമ്പര്യത്തെയും മാത്രം എടുത്ത് മുന്നോട്ട് വെച്ച് അവരുടെ അടിയിൽ മറ്റുള്ളവരെ കൊണ്ടേയിരുത്തുമ്പോൾ അതും ജാതി വിഭാഗീയതയാണ്. അതല്ലാതെ എന്ത് മാറ്റമാണ് ഇവിടുത്തെ ഹിന്ദു സംവിധാനം നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് മാറ്റം? ഈ പറഞ്ഞ ശങ്കരാചാര്യ സ്വാമികളെ അമൃതാനന്ദമയി ദേവിക്ക് അടുത്ത് കൊടുന്നിരുത്താനും പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അമൃതാനന്ദമയി സെൻട്രൽ ഇരുന്നു കൊണ്ട് ഒരു മൂലയിലെ കസേരയിൽ ശങ്കരമഠത്തിലെ ഒരു സന്യാസി ഇരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ശിവഗിരി മഠത്തിലെ ഒരു സന്യാസി നേതൃത്വം കൊടുക്കുന്ന ഒരു സദസ്സിൽ ഒരു മൂലയിൽ ശങ്കരാചാര്യ മഠത്തിലെ സ്വാമി ഇരുത്താൻ നിങ്ങൾക്കായിട്ടുണ്ടോ? ഇത് പറഞ്ഞ പോലെ തന്നെയാണ് ശിവഗിരി മഠത്തിലെ ഒരു സ്വാമി നയിക്കുന്ന ഒരു എന്താ പറയുക ഒരു പരിപാടിയിൽ അമൃതാനന്ദമയിനെ ഒരു മൂലയിൽ ഇരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇവിടെ ഒരു ഹയറാർക്കി സംവിധാനം ഉണ്ട്. കാരണം അവരവര് വലിയവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ജാതി പ്രവർത്തിക്കുന്നത് കേവല സാമുദായിക ജാതി വ്യവസ്ഥയിൽ മാത്രമല്ല, സമ്പ്രദായങ്ങളിലുമുണ്ട്. അതൊന്നും കാണാൻ ഈ കണ്ണുകൾക്കാകാതെ വേടനെ മാത്രം കാഴ്ചവെക്കുന്നുവെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണച്ചിട്ട് പറയല്ല, എന്നാലും പറയണം എന്താണ്, നിങ്ങൾ വേടന്റെ നിറത്തെയും വേടന്റെ സമുദായത്തെയും വേടന്റെ ഭാഷയെയും നിങ്ങൾ വെറുക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമില്ല സത്യങ്ങളെ എന്നത് തുറന്നു പറയാതിരിക്കാൻ നമുക്കാകില്ല. കാരണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കാണപ്പോൾ ഇതിനു മുമ്പ് ടി.എസ്. ശ്യാംകുമാറിന്റെ വിഷയം ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞു, അദ്ദേഹം അപ്പുറത്ത് മാധ്യമത്തിൽ നിങ്ങളെ വിമർശിക്കുന്നു എങ്കിൽ നിങ്ങൾ അത് കേൾക്കാൻ തയ്യാറാകാത്തതല്ലേ? നിങ്ങൾ അദ്ദേഹത്തെ കേട്ടോ? നിങ്ങൾ ശ്യാമിനെ വിളിച്ചു കേട്ടോ? ശ്യാമിനെ നിങ്ങൾ സംവാദത്തിന് മാന്യമായി ക്ഷണിച്ചുകൊണ്ട് സംസാരിച്ചോ? അദ്ദേഹത്തെ നന്നാക്കി പറയുകയല്ല, വിമർശിക്കുന്നു എങ്കിൽ നമുക്ക് ബദല് കൊടുത്തൂടെ? ഇവൻ ചണ്ടാള ബാബ ഈ പറയുന്ന പോലെ ഹിന്ദുത്വത്തിന്റെ ഒപ്പമുണ്ടല്ലോ. നിങ്ങൾ എത്രത്തോളം ചണ്ടാള ബാബയെ കേൾക്കുന്നുണ്ട്? നിങ്ങളെ ഈ പറഞ്ഞ ഹിന്ദു പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ് ചണ്ടാള ബാബ. നിങ്ങൾ എത്ര ചണ്ടാള ബാബയെ കേൾക്കുന്നുണ്ട്? അപ്പൊ കേൾക്കാതിരിക്കുമ്പോൾ കേൾക്കുന്ന വേദിയും മറ്റുള്ളത് തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ ഇത്തരം മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ ചില സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ അതിനെ നിഷേധിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നീതിയുടെ ഒക്കെ പക്ഷത്താണെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാകണം. അപ്പൊ ഇവിടെയാണ് വേടൻ പറയുന്ന വേടന്റെ ജാതി ഭീകരത എന്ന് പറയുമ്പോൾ വേടന്റേതല്ല ജാതി ഭീകരത. ജാതി ഭീകരത ഇവിടെ ഈ നാളിതുവരെ പ്രവർത്തിപ്പിച്ചത് ആരാണോ അവരുടേതാണ്. അതൊരു സമുദായത്തിന്റെ മാത്രമല്ല, അത് പുലയന് പറയനോടും പറയന് വെട്ടുവനോടും അല്ലെങ്കിൽ നായർക്ക് ഈഴവനോടും ഈഴവന് നമ്പൂരിയോടും നമ്പൂരിക്ക് മറ്റുള്ളവരോടും ഒക്കെ തോന്നുന്ന ആ സംവിധാനത്തെയാണ് നമ്മൾ പറയുന്നത്, അല്ലാണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെയല്ല. അതുകൊണ്ട് ആ സംവിധാനം ആര് തുറന്നു പറഞ്ഞു? ഞാൻ പാണനല്ല, പറയനല്ല, കുറവനല്ല, മറ്റല്ല, മറിച്ചല്ല, അതെനിക്ക് ഡേഷാണ് എന്ന് വേടൻ പറയുന്നു എങ്കിൽ വേടൻ ജാതി ഭീകരവാദിയല്ല. വേടൻ ജാതിയെ പുച്ഛിച്ച് തള്ളുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പുച്ഛിച്ച് തള്ളുകയാണ്. ഇത്രയുള്ളൂ നിന്റെയൊക്കെ ജാതി എന്ന് പറയുകയാണ്. അതിലെവിടെയാണ് ഭീകരവാദം? ഇനി അല്ല അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നു എങ്കിൽ അത് ഇല്ലാതാക്കാൻ നമ്മൾ ഹിന്ദുക്കൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞ പോലെ ശങ്കരാചാര്യ ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ട് നടുക്ക് ശിവഗിരി മഠത്തിലെ സ്വാമിയാര്, ശുഭാനന്ദ ആശ്രമത്തിലെ സ്വാമിയാരൊക്കെ ഇരുത്താൻ നമുക്കാകണം. അത് കഴിയാതെ ഈ സത്യം തുറന്നു പറയുന്ന ചണ്ടാളബാബി മോശക്കാരൻ, വേടനും മോശക്കാരൻ, മറ്റുള്ള സ്വാമിമാരും മോശക്കാരൻ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും മോശക്കാരൻ, ഇത് നീതികേടാണ്. അതുകൊണ്ടാണ് നമ്മൾ വേടന്റെ കാര്യം പറഞ്ഞത്. ഇവിടെ വേടൻ ജാതിവാദിയാണ്. ഇനി ഇതൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കുന്ന ചില കാര്യങ്ങൾ. വേടൻ ജാതി പറയുന്നത് കൊണ്ട് വേടൻ ജാതി ഭീകരവാദിയാണെങ്കിലും നമ്മൾ അന്ന് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലും പറഞ്ഞിട്ടുണ്ട്. നിരന്തരം നമ്മൾ പറയുന്നൊരു വിഷയമാണ് ഈ ചണ്ടകർമ്മങ്ങൾ ചെയ്യുന്നോൻ ചാകുമ്പോൾ ചണ്ടാളകുലത്തിൽ പിറക്കുന്നു എന്ന പൂന്താനത്തിന്റെ ജ്ഞാനപ്പാരയിലൊരു വരി. പലരും ചോദിക്കുന്നത് ആ കാലഘട്ടത്തിലെ കാഴ്ചപ്പാടല്ലേ, അതിപ്പോ പറയണമെന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്കാരൊക്കെ മോശക്കാരാണെന്ന് ആരെങ്കിലും പറഞ്ഞു കരുതുക. അത് പണ്ട് പറഞ്ഞു വെച്ചതാണെന്ന് കരുതുക. ഇപ്പോൾ അത് വായിക്കുകയോ പറയുകയോ ചെയ്താൽ അതിനെതിരെയുള്ള നടപടി എന്താണ്? ഇന്ത്യൻ നമ്മളെല്ലാവരും ആദരിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഫ്ലാഗ് ആവട്ടെ, നമ്മുടെ ഭരണഘടനയാവട്ടെ, അതിനെയൊക്കെ പാകിസ്ഥാൻകാർ പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തിരുന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അവസ്ഥ? പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. പറയരുത്.
അത് പറയാൻ പാടില്ല. അത് സ്വതന്ത്രാനന്തര ഇന്ത്യയാണ്, അവിടെ സംവിധാനമുണ്ട്, അതിനെ ആദരിച്ചേ പറ്റുള്ളൂ. ഇത് പറഞ്ഞ പോലെ ഭരണഘടന രൂപീകൃതമായി ഈക്വാലിറ്റി ഉള്ള ഈ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ തന്നെ അട്രോസിറ്റി ആക്ട് 87 തോന്നുന്നു, 87-89 കാലയുടെ അട്രോസിറ്റി ആക്ട് പ്രകാരം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഏതെങ്കിലും രീതിയിൽ ആക്ഷേപിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. അത് 10 വർഷം വരെ കഠിന തടവ് കിട്ടുന്ന ശിക്ഷയാണ്. ആ സമയത്താണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ വായിക്കുന്നത് അല്ലെങ്കിൽ പാരായണം ഉറക്കെ ഈ റാപ്പ് ചൊല്ലുന്നത് കൊണ്ട് ജാതി ഭീകരവാദിയാണ് സംഭവിച്ചു. റാപ്പ് കൊണ്ട് ബ്രാഹ്മണരെയും മറ്റുള്ള ഹിന്ദുക്കളെയും അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയൊക്കെ ആക്ഷേപിക്കുന്നു. അത് അംഗീകരിക്കാൻ വേണ്ടി അംഗീകരിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മൈക്ക് കൂടെ ഹിന്ദു ക്ഷേത്രങ്ങളിലെല്ലാം ഇപ്പോഴും പ്രസന്റിലി ഇന്ന് പോലും കേട്ട ആളുകൾ ഉണ്ടായിരിക്കാം. ചണ്ഡകർമ്മങ്ങൾ ചെയ്യുന്നു ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നു. ഈ ചണ്ടാളർ എന്ന് പറഞ്ഞ ആരാണ്? ഇപ്പൊ കൊല്ലം തുളസിയെപ്പോൾ ആളുകൾ പോലും കരുതിയിരിക്കുന്ന ആദിവാസിയും ദലിതനുമാണ് ചണ്ടാളൻ എന്നാണ്. അങ്ങനെയല്ല കൊല്ലം തുളസി സ്വാമി, അങ്ങനെയൊന്നും അല്ല. അതങ്ങനെ നിങ്ങളാരും കരുതരുത്. നായന്മാരിൽ തന്നെ ഈ വിളക്കത്ര നായന്മാരും അതുപോലെ തന്നെ വെളുത്തെടുത്ത നായന്മാരും ഉൾക്കൊള്ളുന്ന ഇങ്ങോട്ട് മറ്റുള്ള എല്ലാ സമുദായങ്ങളെയും ചേർത്തിട്ടാണ് ചണ്ടാളൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂറിലുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകൾ എഴുതിയിരിക്കുന്ന ഉത്തമ ചണ്ടാളൻ, മധ്യമ ചണ്ടാളൻ, അധമ ചണ്ടാളൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹിന്ദു സമൂഹത്തിലെ കേരളത്തെ സംബന്ധിച്ച് ഭൂരിപക്ഷ ഹിന്ദു സമൂഹത്തെയാണ് ചണ്ടാളൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലാണ്ട് കേവലം പട്ടികജാതിക്കാരെയല്ല. അവർക്കത് കൊള്ളുന്നു എങ്കിൽ അവർക്ക് ആ സത്യം അറിയുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ കൂടി ഇത് മനസ്സിലാക്കുമ്പോഴേ ഉള്ളൂ ഈ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാലിൽ ഈ വരി ഒന്ന് എഡിറ്റ് ചെയ്ത് കളയാം. എമ്പുരാൻ സിനിമയിൽ വേണ്ടാത്ത സീൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ലേ, അതുപോലെ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാൽ ഈ വരി എഡിറ്റ് ചെയ്ത് കളയണം. എന്തുകൊണ്ടാണ്? നിങ്ങൾ പറയുന്നത് ഇന്നലെയല്ലേ ആയിരിക്കും. അല്ല, ഇന്നലെ വിശേഷിപ്പിച്ച ചണ്ടാള സമുദായങ്ങൾ ഇത് വരുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ ഇന്നും ഇന്ത്യയിൽ, സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഉത്തരേന്ത്യയിൽ ഈ ഷെഡ്യൂളിൽ വരുന്ന, ഈ ലിസ്റ്റിൽ വരുന്ന ഒരു കാസ്റ്റ്, SC/ST വിഭാഗത്തിൽ SC വിഭാഗത്തിൽ വരുന്ന ഒരു കാസ്റ്റാണ് ചണ്ടാളർ എന്ന് പറയുന്ന ജാതി. ചണ്ടാളർ ജാതിയാണ്, സമുദായമാണ്, ഇന്നുമുള്ള സമുദായമാണ്. അതായത് SCയിൽ ഉൾപ്പെട്ട ഒരു സമുദായത്തെ ആക്ഷേപിക്കുന്ന വരി അന്ന് എഴുതിയത് ഇന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഹിന്ദുക്കൾക്ക് നിസ്സാരാവുന്നതിന് കാരണം പൂന്താനത്തിന്റെ ഒപ്പം നമ്പൂതിരിപ്പാടുണ്ട്, വേടന്റെ ഒപ്പം ഒരു പാടില്ല. അപ്പൊ എന്താണ്? പൂന്താനം ഭക്തകവിയാണ്, വേടൻ രാഷ്ട്രവിരുദ്ധനാണ്, ഭീകരവാദിയാണ്. കാരണം വേടൻ കറുത്തവനാണ്, വേടൻ ദളിതനാണ്. അയ്യോ ബാബാജി അതുകൊണ്ടല്ല എന്ന് പറയുന്നു എങ്കിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റുണ്ട്, നിങ്ങൾ തിരുത്തണം. വേടന്റെ പൊളിറ്റിക്സ് കൊണ്ട് നേരിടാൻ നിങ്ങൾക്ക് പറ്റണം. വേടന്റെ ജാതിവാദത്തെ, ആ ജാതിവാദത്തിന്റെ ശരിയായ വശം കൊണ്ട് പോരാടാൻ നിങ്ങൾക്ക് പറ്റണം. അതിന് നിങ്ങൾക്ക് ആളില്ലെങ്കിൽ നമ്മൾ വരാം. നമ്മളെ വിളിക്കണം എന്നല്ല വേണം, നമ്മൾ വരാം. പാട്ടുപാടാനല്ല, വേടന്റെ ആശയങ്ങൾക്കെതിരെ ധർമ്മപരമായി സംസാരിക്കാൻ ചണ്ടാള ബാബ ഹിന്ദു പക്ഷത്തുണ്ട്, നമ്മൾ വരും. അല്ലാണ്ട് വേടനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു എങ്കിൽ, വേടനെ ആക്ഷേപിക്കുന്നു എങ്കിൽ, വേടനെ ഇല്ലായ്മ ചെയ്യാമെന്ന് വരുന്നുവെങ്കിൽ അത് അയാളുടെ സമുദായത്തെയോ അയാളുടെ വാക്കുകളെയോ അക്ഷരത്തെയോ കണ്ടുകൊണ്ടാണെങ്കിൽ അത് അംഗീകരിച്ചു തരാൻ ചണ്ടാള ബാബയ്ക്ക് ആവില്ല. കാരണം ചണ്ടാള ബാബ ധർമ്മപക്ഷത്താണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ എല്ലാ ക്ഷൗണിപ്പടകളെയും കൊടുത്തുകൊണ്ട് കേവലം ഒരു ചമ്മട്ടി എന്തിയിട്ട് ഒരു ചങ്ങാതി ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊന്നുമല്ല എങ്കിൽ പോലും അതുപോലെ ഒരു ചമ്മട്ടി എന്തി ധർമ്മപക്ഷത്ത് നമ്മൾ ഉണ്ടായിരിക്കും. അല്ലാതെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അപ്പൊ ഇവിടെയാണ് പൂന്താനം ഭക്തകവി, പൂന്താനത്തെ ജാതി വർഗീയവാദി, പൂന്താനത്തെ ജ്ഞാനപ്പാന ജാതി വർഗീയത എന്ന് പറയാൻ നിങ്ങൾക്കാകുമോ? എന്തുകൊണ്ടാകുന്നില്ല? വേടൻ ജാതി വർഗീയവാദിയാണെങ്കിൽ പൂന്താനവുമാണ് എന്ന് തന്നെ പറയണം. പൂന്താനത്തെ ജ്ഞാനപ്പാനയിൽ ജാതി ഉണ്ടെന്നും അത് എഡിറ്റ് ചെയ്യണമെന്നും പറയണം. ഇതുപോലെയാണ് തന്ത്രസമുച്ചയം. കേരളത്തിൽ ആലുവയിലെ തന്ത്ര വിദ്യാപീഠം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അധീനതയിലാണ് അവർ തന്നെ അവകാശപ്പെട്ട സ്ഥിതിക്ക് അവിടെ ഇന്നും പഠിപ്പിക്കുന്ന തന്ത്രസമുച്ചയമാണ്. മാധവജിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ തന്ത്ര വിദ്യാപീഠത്തിൽ അതാണ് ഫോളോ ചെയ്യുന്നത്. ആ തന്ത്രസമുച്ചയത്തിൽ പൈതാവേശ എന്നൊരു വാക്കുണ്ട്. പൈതൻ പ്രവേശിച്ചാൽ ക്ഷേത്രം ശുദ്ധി ചെയ്യണം. ആരാണ് പൈതൻ? ചണ്ടാള ജാതി എന്ന് തുടങ്ങിയ അതിന്റെ വിമർശനയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിന്റെ വ്യാഖ്യാനത്തിൽ. അതായത് ഈ പറയപ്പെടുന്ന സമുദായങ്ങളൊക്കെ ഈ ചണ്ടാളരാണെന്നും അവർ ചെന്നാൽ ശുദ്ധി ചെയ്യണമെന്ന് നിയമമുണ്ട്. അത് നീ ഇപ്പം ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഇപ്പോഴുള്ള ശുദ്ധി അതിനല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും? ഇപ്പോൾ നടക്കുന്ന ശുദ്ധികൾ അതിനു വേണ്ടിയല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും? ചോരശാന്തി ഹോമം പോലുള്ളതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു? അത്രയും വലിയ ക്രിയകൾ ആവശ്യമുണ്ടോ? ഇല്ല. എന്നിട്ടും ചെയ്യുന്നത് ഈ ശുദ്ധി കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ചിലർ ഉണ്ടാക്കി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നുള്ളൊരു ഭാഗമാണ് ഇതിന്റെ പച്ച മലയാളം. കുഴിക്കാട്ട് പച്ചൽ 297 298 പേജാണെന്ന് തോന്നുന്നു. ഇതിൽ വളരെ വ്യക്തമാണ്. പാണൻ, പറയൻ, പുലയൻ, വാളൻ, കുറവൻ എന്ന് പറഞ്ഞിട്ട് ഹിന്ദു സമൂഹത്തിൽ ഒട്ടുമിക്ക ജാതികളും ഈ പറഞ്ഞ ക്ഷേത്രപ്രവേശിച്ചാൽ മോശമുള്ളവരാണെന്നും മ്ലേച്ഛന്മാരാണെന്നും അധമന്മാരാണെന്നും ആ ഗ്രന്ഥം പറഞ്ഞു വെക്കുമ്പോൾ അതും നമ്മൾ ഇന്ന് പബ്ലിഷ് ചെയ്ത് വിൽക്കുകയാണ്. അത് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അത് ഓരോ ഗ്രന്ഥശാലയിലും ഓരോ വിദ്യാപീഠത്തിൽ ഇരിക്കുകയാണ്. ഇതൊക്കെ ജാതിവർഗീയതയും ഭീകരവാദവുമല്ലേ? അതൊക്കെ ഇരിക്കെ വേടനൊന്ന് പാടുമ്പോൾ വേടനാണോ കുഴപ്പം? ഇതിനെ ഇന്നും ഫോളോ ചെയ്യുന്ന നമുക്കാണോ കുഴപ്പം? ഭാഗവതാദി പുരാണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അജാമിളനെ വിശേഷിപ്പിക്കുന്നത് അജാമിളൻ ശൂദ്രനേക്കാൾ തരുന്ന, അജാമിളൻ എന്ന ബ്രാഹ്മണൻ ഇതുപോലെ തന്നെ ഒരു ഗണികയായ സ്ത്രീയുടെ ജീവിതം തുടങ്ങിയിട്ട് ശൂദ്രനേക്കാൾ താഴ്ന്ന ലെവലിൽ ജീവിക്കുന്നു എന്നതാണ്. അപ്പൊ ശൂദ്രനെ ആക്ഷേപിച്ചു, ശൂദ്രനേക്കാൾ താഴ്ന്ന ലെവലിലുള്ള ചണ്ടാളരെ ആക്ഷേപിച്ചു. അപ്പൊ ഭാഗവതാദി പുരാണങ്ങൾ ഭീകരവാദമല്ലേ പറയുന്നത്?
അങ്ങനെ ഓരോ കാര്യവും സ്മൃതികളാവട്ടെ, ഇതിഹാസങ്ങളാവട്ടെ, പുരാണങ്ങളാവട്ടെ, എണ്ണിയാലൊടുങ്ങാത്ത ഈ പറയുന്ന ജാതി വിവേചനം പറയുന്ന വിഷയങ്ങളുണ്ട്. ഇതൊക്കെ ക്ഷേത്രങ്ങളിൽ നമ്മൾ സപ്താഹങ്ങളായിട്ടും നവാഹങ്ങളായിട്ടും ഒക്കെ ഏകാദശങ്ങളായിട്ടും ഒക്കെ പല രീതിയിലാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ പാരായണം ചെയ്യപ്പെടുമ്പോഴൊക്കെ നമ്മൾ ബ്രാഹ്മണരെ ഒരിക്കലും ആക്ഷേപിക്കുന്നില്ല, വേണം എന്നല്ല പറയണേ, അങ്ങനെയൊന്നും അല്ല പറയണേ എന്ന് മനസ്സിലാക്കരുത്. പക്ഷെ എന്നിരുന്നാൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നുണ്ട്. അവിടെ ജാതി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു വിഭാഗത്തെ പുകഴ്ത്തുകയും മറ്റുള്ളവരെ ഇകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ഇതാണോ ഇത്? ഞാൻ മനസ്സിലാക്കിയ രാഷ്ട്രീയ സ്വയം സംഘത്തിൽ വർണ്ണം വർഗം ഇല്ലിവിടെ എന്ന് പഠിപ്പിച്ചതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷെ പ്രാക്ടിക്കലി വരുമ്പോഴുള്ളൊരു പ്രശ്നം ഇത് ഞാൻ കാണുന്നില്ല. പഠിപ്പിക്കുന്നിടത്തും പാടുന്നിടത്തും ഒക്കെ ഉണ്ട്, ഒന്ന് ചിരിക്കുന്നിടത്തും ജാതി ചോദിക്കുന്നില്ല. പക്ഷെ പ്രാക്ടിക്കലി ഇതിന്റെ നേതാക്കൾ സംസാരിക്കുന്നിടത്തും പ്രയോഗിക്കുന്നിടത്തും ഒരു പോരായ്മയുണ്ട്. നമ്മൾ വെറുതെ പറയല്ല, നിങ്ങൾ ചുറ്റും നോക്കുക. കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല. കുറ്റം പറയുകയാണെങ്കിൽ നമ്മൾ കുറ്റം പറയാനേ ഇരിക്കണം. അതങ്ങനെയല്ലല്ലോ. അപ്പൊ അവിടെയാണ് വേടൻ ജാതി ഭീകരവാദിയാണെങ്കിൽ ഹിന്ദുവിന്റെ ധാർമ്മിക ഗ്രന്ഥങ്ങളെല്ലാം ജാതി ഭീകരവാദത്തിന്റെയും അത് എഴുതി വെച്ചിട്ടുള്ള ആചാര്യന്മാരൊക്കെ ജാതി ഭീകരവാദികളുമാണോ എന്ന് കൂടി ബഹുമാന്യ മധുജി ഒന്ന് പറഞ്ഞ് കേൾക്കാൻ ചണ്ടാള ബാബയ്ക്ക് ആഗ്രഹമുണ്ട്. ഇത് വേടന് വേണ്ടിയിട്ടല്ല, ചണ്ടാള ബാബയ്ക്ക് ആഗ്രഹമുണ്ട്. ഇനി അടുത്തൊരു വിഷയമാണ് ശവവർമ്മയാണെന്നും ഷവർമ്മ കഴിച്ചിട്ട് ഒത്തിരി ഹിന്ദുക്കൾ മരിച്ചെന്നും മുസ്ലിങ്ങൾ മരിച്ചിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ മുസ്ലിം എന്ന് പറഞ്ഞില്ല, മുഹമ്മദും നബീസ് എന്നും മരിച്ചില്ല എന്നെന്താ പറഞ്ഞ പോലെ കേട്ടത്. ഈ ഭക്ഷണത്തിലൊക്കെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മുസ്ലിമിനെതിരെ സംസാരിക്കുമ്പോൾ അതുപോലെ ആകണമെന്നാൽ അവരങ്ങനെ പറഞ്ഞിട്ട് നമുക്കറിയില്ല. നമ്മൾ പഠിച്ചിരിക്കുന്ന ഈ ധർമ്മത്തിൽ അന്നം ബ്രഹ്മ എന്നാ പഠിച്ചിരിക്കുന്നത്. അന്നംന ഇന്ത്യ, എന്താ അന്നം എന്ന് മധുജിക്കും അറിയാം. നമ്മളെ കേൾക്കുന്ന അത്യാവശ്യം അറിവുള്ളവർക്ക് എന്താ അന്നം? കഴിക്കുന്നതും കഴിക്കപ്പെടുന്നതുമാണ്. അന്നം ഭക്ഷണമാണ്. ഭക്ഷണത്തിന്റെ പേര് അറബി ആയാലെന്താ, ഉറുദു ആയാലെന്താ, ഇനി ഭക്ഷണത്തിന് പേരില്ലെങ്കിൽ എന്താ? നമ്മൾ അന്നെന്നും ചോറൊന്നും വറ്റുന്നൊക്കെ പറയുന്നില്ല, മറ്റുള്ളവർ പലതല്ലേ പറയാം. അൽഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ, അല്ലെങ്കിൽ ഈ കുഴി എന്തായാലും പറയാ, ഷവർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ചിക്കൻ കൊണ്ട് ഉപയോഗിച്ചാൽ, ചിക്കനോ മറ്റു മാംസങ്ങളോ ഉപയോഗിച്ചുണ്ടാക്കുന്ന തീയിനോട് ചേർത്തുണ്ടാക്കുന്ന ഒരു ഭക്ഷണം, മസാല ചേർത്തുണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ്, അന്നമാണ്. ആ അന്നത്തെ നിന്ദിക്കുമ്പോൾ നമ്മളെങ്ങനെ സനാതനധർമ്മികളാകും? മുസ്ലിങ്ങളോട്, അവരുടെ രാഷ്ട്രീയത്തോടോ, അവരുടെ മുസ്ലിങ്ങൾ എല്ലാവരും ഭീകരവാദികളാണെന്ന അഭിപ്രായം നമ്മൾക്കില്ല. ഹിന്ദുക്കളിലും ഭീകരന്മാരുണ്ട്, എല്ലാ മതങ്ങളിലുണ്ട്, മതമില്ലാത്തവരുണ്ട്. അത്തരം ആളുകൾ ചെയ്യുന്ന ഭീകര പ്രവർത്തനത്തിൽ എന്തിന് ഭക്ഷണത്തെ നിങ്ങൾ കരുവാക്കണം? അതും മാംസഭക്ഷണത്തെ മാത്രം. നിരന്തരം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് മാംസഭക്ഷണത്തെ, ഇതിൽ ഞാൻ മാംസത്തിനൊരു സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന പാലക്കാട് നടന്ന VHPന്റെ ഒരു പരിപാടിക്ക് അവിടെ എന്താ പറയാ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു നേതാവ് വന്നിട്ട്, നോർത്ത് ഇന്ത്യൻ നേതാവ് വന്നിട്ട് മാംസ കച്ചവടം ഹിന്ദുക്കൾ നടത്തണം എന്നൊക്കെ പറഞ്ഞൊരു പോസിറ്റീവ് കാര്യം നമ്മൾ പറഞ്ഞു കേൾക്കണ്ടായി. അല്ലാതെ ഇപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കേൾക്കുന്ന മാംസഭക്ഷണ വിരുദ്ധമായ പരാമർശങ്ങളാണ് 99.99% ഹിന്ദു സംഘടനാ നേതാക്കളും പറയുന്നത്. എന്നാൽ ഇതിൽ കഴിക്കുന്ന ഒത്തിരി ആളുകളെ നമുക്കറിയാം. കഴിക്കുന്ന ഒരാൾ പോലും ഈ നേതാവ്, ഇപ്പൊ ഈ വിഷയം വരുമ്പോൾ നമുക്കറിയാം സംഘത്തിന്റെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയാം അത് മധുജിയുടെ അഭിപ്രായമാണെന്ന് പറയാം. അപ്പൊ മധുജിക്ക് മാത്രമേ ഉള്ളൂ ഇതിലൊക്കെ അഭിപ്രായം, അല്ലെങ്കിൽ മധുജിയെ പോലെ ഈ പച്ചക്കറിവാദക്കാർക്ക് മാത്രമേ ഉള്ളൂ അഭിപ്രായം. അപ്പൊ ചിലപ്പോൾ പറയാം മധുജി മാംസഭക്ഷണത്തെ എതിർത്തിട്ടില്ല എന്ന് പറയാം. മധുജി മാംസഭക്ഷണത്തെ എതിർത്തിട്ടില്ലെങ്കിലും ഷവർമ്മയെ പറഞ്ഞില്ലേ? ഷവർമ്മ എന്താ? അത് അറബി വാക്ക് തെറ്റാണോ? നിങ്ങൾ ലളിതാസനം വായിക്കും, നാനാ വർണ്ണരൂപിണ്യേ നമ, എല്ലാ അക്ഷരങ്ങളും അമ്മ തന്നെയല്ലേ, പരാശക്തിയല്ലേ. അറബി എന്ന അക്ഷരം മുഹമ്മദ് നബി ഉണ്ടാക്കിയതൊന്നുമല്ല, അല്ലെങ്കിൽ ഇസ്ലാം ഉണ്ടാക്കിയതല്ല, ലോകത്ത് പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്, പ്രകൃതി മാതാവ് പെറ്റിട്ടതാണ്. എന്തിന് സംസ്കൃതത്തോടും അറബിയോടും തമിഴിനോടും മലയാളത്തിനോടും ഉറുദുവിനോടും ഓരോ ഭാഷയോടും എന്തിനീ വെറുപ്പ്? അതാണോ നമ്മുടെ ധർമ്മം? നമ്മളൊരു താന്ത്രികമാണ്, നമുക്ക് ധർമ്മമായി തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പേര് ഷവർമ്മ, അത് ഗൾഫ് നാട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് ശവവർമ്മയാണ്. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ തെരുവോരങ്ങൾ നടക്കുമ്പോൾ ശവം കരിയുന്ന മണമാണ് എന്നുള്ളത്. നമ്മൾ കഴിക്കുന്ന, ഞാനടക്കം ഉൾപ്പെടുന്ന ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ 71% ആളുകൾ മാംസം കഴിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ എത്ര ഹിന്ദുക്കൾ ഉണ്ടാവും? അപ്പോൾ അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശവമാണ് എന്ന് പറയുമ്പോൾ അതിന് ഭരണഘടനാ വിരുദ്ധവും ഒരു എന്താ പറയാ ധർമ്മവിരുദ്ധവും നീതി നിഷേധമൊക്കെ അതിലുണ്ട്. നമുക്ക് കഴിക്കണ്ടെങ്കിൽ കഴിക്കണ്ട, എന്തിനാണ് ആക്ഷേപിക്കുന്നത്? പ്രത്യേകിച്ച് ഹിന്ദു പക്ഷത്ത് നിൽക്കുന്ന ഒരാൾ, ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന മധുജിയാണെങ്കിൽ കുഴപ്പമില്ല. അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘം രാഷ്ട്രത്തിന്റെ സ്വത്വം ഉയർത്തിപ്പിടിക്കാൻ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന, അത് നമ്മൾ അവകാശപ്പെടുന്നില്ല, അവരാണ് അവകാശപ്പെടുന്നത്. അവർക്ക് അത് എന്തും പറയാം. നമ്മൾ ആ സംഘടന ആളല്ലാത്തതുകൊണ്ടാണ് അതിന്റെ അവകാശം പറയാത്തത്. നമുക്ക് എല്ലാവരും ഒരുപോലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരത് പറയുമ്പോൾ രാഷ്ട്രത്തിൽ മാംസം കഴിക്കുന്ന ആളുകളുടെ പ്രതിനിധി കൂടിയാണ് അവര്. അങ്ങനെയുള്ള ആളുകൾ മാംസം ഷവർമ്മ എന്ന് പറയുന്നത് ശവവർമ്മയാണ്. അതുപോലെ തെരുവോരങ്ങളിൽ എന്താ ഈ ചിത കത്തുന്ന അല്ലെങ്കിൽ മാംസം കത്തിക്കരിയുന്ന മണമാണ് എന്നൊക്കെ പണ്ട് ആക്ഷേപിക്കുമ്പോൾ അതല്ല, ഇത് ഈ ഷവർമ്മയ്ക്ക് നല്ല മണാണ് കേട്ടോ, അൽഫാമയ്ക്കിന് മണാണ് കേട്ടോ, അല്ലെങ്കിൽ ചിക്കൻ ചുട്ടതിന് മണമുണ്ട് കേട്ടോ, നല്ല മണാണെന്ന് പറയുന്ന നേതാക്കൾ എന്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലില്ല? അതോ ഇല്ലെങ്കിൽ ഇവർക്കൊന്നും നട്ടല്ലില്ലേ? അല്ലെങ്കിൽ ഇവരുടെ നട്ടല് പണയം വെച്ചാൽ മാത്രമേ ഈ സംഘടനയിൽ ഇവരെ നിർത്തുള്ളൂ എന്ന് സ്വയം ഒന്ന് വിചാരം ചെയ്യാം.
അങ്ങനെയാണെങ്കിൽ ആ സംഘടനയുടെ ഭാഗത്ത് പണ്ട് ഗണഗീതം ചൊല്ലിയ ആളുകളും സ്വയം സേവരാണെന്ന് സ്വയം സേവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ പറയുന്നു, ആ ഒരു സ്വയം സേവനായിട്ട് നമ്മൾ പറയുകയാണ്, ഈ മധുജീന്റെ ഹിന്ദു അല്ല നമ്മൾ, ആ സ്വയം സേവകനല്ല നമ്മളാവുന്ന സ്വയം സേവൻ മാംസഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന, മാംസഭക്ഷണം രാമനും കൃഷ്ണനും ഒക്കെ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എന്റെ പൂർവിക പാരമ്പര്യം കഴിക്കുകയും ഭക്ഷണത്തിന് വേണ്ടിയിട്ടും ശാസ്ത്രജ്ഞാനത്തിന് വേണ്ടിയിട്ടും മാംസത്തെയോ മൃഗത്തെയോ പക്ഷിയെയോ ഈ നിയമം അനുവദിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു ധാർമ്മിക വ്യവസ്ഥയെ പിൻപറ്റുന്ന സ്വയം സേവനായിക്കൊണ്ട് എല്ലാവരോടും പറയുകയാണ്, ഈ പറയുന്ന മധുജീന്റെ വീക്ഷണമല്ല ഞാൻ പഠിച്ച വീക്ഷണം, അല്ലെങ്കിൽ എനിക്ക് ശാഖയിൽ നിന്ന് കിട്ടിയ വീക്ഷണം അതായിരുന്നില്ല. ഇന്ന് പ്രസന്റിൽ ഞാൻ ഒരു RSS കാരനോ അല്ലെങ്കിൽ സംഘപ്രവർത്തകനോ ഒന്നുമല്ല, പണ്ട് കുട്ടിക്കാലത്ത് ഒരു പ്ലസ് പഠിക്കുന്ന പോയ കാലത്തുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മധുജി പോലുള്ള ആളുകൾ ഈ മാംസത്തെ എന്തിന്റെ ഭാഷയുടെ പേരിലോ അല്ലെങ്കിൽ ഈ മാംസം കരിയുന്ന മണം എന്ന് പറയുമ്പോഴോ ഈ തൈര് സാധനത്തിന്റെ മണം പോലെ തന്നെയാണ് ഞങ്ങൾക്കൊക്കെ. നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ മൂക്ക് പൊത്തി നാട്ടിൽ കൂടെ നടക്കണം, അത്രേ പറയുള്ളൂ, മൂക്ക് പൊത്തി നടക്കണം. അല്ലാണ്ട് മാംസത്തെ ആക്ഷേപിക്കുമ്പോൾ നിരന്തരം ഈ സംഘപ്രസ്ഥാനത്തിലെ ആളുകളെല്ലാം ഒരാൾ പോലും ഇതുവരെ ദൈവങ്ങൾക്ക് കൊടുക്കുന്ന ശാക്തേയ മലബാര കൗള സമ്പ്രദായത്തിലുള്ള ഒരു ആചാരത്തിന് വേണ്ടി സംസാരിക്കുന്ന ആൾ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. ഈ ഭക്ഷണത്തിന് വേണ്ടി സംസാരിക്കുന്നത് കേട്ടില്ല. ഇതിനെ ഇല്ലാണ്ടാക്കാൻ, ഇതിനെ ദുഷിപ്പ് പറയാൻ ഈ സംഘടനയിൽ നിന്ന് നേതാക്കന്മാർ വരുന്നു എന്നുണ്ടെങ്കിൽ അത് ആ സംഘടനയ്ക്ക് തന്നെ പേരുദോഷമാണെന്നും ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷ ഹൈന്ദവർ ഒന്ന് മാറി ചിന്തിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കും ഇതൊന്നും ചിന്തിക്കുക. ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നൊക്കെ മോശം, ഈ ബ്രാഹ്മണന്റെ രീതി മാത്രമാണോ ശരിയല്ല? പച്ചക്കറി ബ്രാഹ്മണരുടെ, കൗള ബ്രാഹ്മണരും ഉണ്ടല്ലോ, ശാക്തേയ ബ്രാഹ്മണരുണ്ട്, അപ്പോൾ പച്ചക്കറി ബ്രാഹ്മണരുടെ ഇത് മാത്രമാണ് ശരി എന്നാണോ സംഘം പറയുന്നേ പഠിപ്പിക്കുന്നതെന്ന് അവർക്ക് തോന്നിയാൽ അതിന് ഉത്തരവാദി മറ്റു മതസ്ഥരല്ല, അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല എന്നോട് ഇനിയെങ്കിലും സത്യസന്ധമായിട്ട് അതിൽ നട്ടലുള്ള ശാക്തന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരിക. കാരണം സംഘത്തിന് ഈ ആശയമില്ല, നമുക്കറിയാം. നിങ്ങൾ കൂടി പറയണം എന്താണ് ഇത് സംഘത്തിന്റെ എന്നല്ല, മധുജിയുടെ അറിവ് വെച്ച് പറഞ്ഞാണെന്ന് പറയണം. ഒരാളുടെ ഒരു കമന്റ് ഉണ്ടെന്ന് വായിക്കട്ടെ. ബാബാജി താങ്കൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടത്, ഓർമ്മിപ്പിക്കുന്ന ഗോത്രീയമായ വംശം പൈതൃക ജനതയെ ഒന്നിപ്പിക്കുന്നു എങ്കിൽ മറ്റ് മതം സ്വീകരിച്ചവരും ഒരേ വേദിയിൽ കൊണ്ടുവരാൻ. അദ്ദേഹം ഓൾസോ മതപരിവർത്തനം നടത്തിയ ആളുകളുടെ കാര്യമാണ് പറയാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഫുൾ വായിക്കാൻ നമുക്ക് പറ്റില്ല, സമയമെടുക്കും. അപ്പൊ എന്തായാലും ശരി, നമുക്കാകുന്ന രീതി, നമ്മളൊരു പേഴ്സണാണ്, നമ്മുടെ കൂടെ കുറച്ച് ആളുകൾ സാധാരണക്കാരുള്ളൊരു സംവിധാനമാണ്, അതിൽ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മതപരിവർത്തന പ്രധാന കാരണം ഇപ്പോഴും നടക്കുന്നത് എന്താ വെച്ചാൽ ഒന്ന് ദാരിദ്ര്യം തന്നെയാണ്. ഈ ദാരിദ്ര്യം അല്ലാണ്ട് മതത്തിന് വേണ്ടി ആരും മതം മാറണമെന്നില്ല. പിന്നെ ഉള്ളത് എന്താണ്, ഇപ്പോഴും തന്നെ ഹിന്ദുയിസത്തിൽ ഈ ഹയറാർക്കി സംവിധാനമുണ്ട്. ബ്രാഹ്മണിസം പിൻപറ്റുന്ന ആചാര്യന്മാരോ മറ്റ് സമുദായത്തിൽ നിന്ന്, ഈ പറയുന്ന പിന്നോക്ക സമുദായത്തിൽ നിന്ന് വന്നാൽ അവർ ഉയർത്തി കാണിക്കുകയും, എന്നാൽ ആ സമുദായങ്ങളുടെ സ്വത്വത്തെ ഉയർത്തി കാണിക്കുന്ന ആചാര്യന്മാർ വന്നാൽ അവർ 2ാം നമ്പർ ആവുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. ഈ ഹയറാർക്കി സംവിധാനം ഈ ധർമ്മത്തിൽ നിന്ന് പോകാതെ, അപ്പൊ നിങ്ങൾ ചോദിക്കും അപ്പുറത്തും അപ്പുറത്തുണ്ടാവും. പക്ഷെ ഇവിടെ വെറുത്തിട്ടാണ്, അംബേദ്കർ പറഞ്ഞാൽ ഇവിടെ വെറുത്തിട്ടാണ്. കാലങ്ങളായിട്ട് തന്നെ അവർ 8ന്റെ പണി കൊടുക്കണ്ടേ, ഒന്ന് ദേഷ്യപ്പെടണ്ടേ, അതിനുവേണ്ടി ചെയ്തു പോണതാ. നമ്മളൊക്കെ പിടിച്ചിരിക്കണം എന്താ വെച്ചാൽ നമ്മളെ എങ്ങനെ പോലെ അച്ഛനമ്മേനെ ഉപേക്ഷിക്കില്ല. അപ്പൊ എന്താണ് ശക്തമായി ഇവിടെ നിന്നുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യുക, അയ്യങ്കാളിയെ പോലെ ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാന്ന്. ആ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ സന്ധി ചെയ്യുമ്പോഴും പലരും വിചാരിക്കും നമ്മൾ ഇവരെ കൂടെ പോകണമെങ്കിൽ ഇവർ മാറണം. നിലവിൽ പ്രസന്റിൽ ഇപ്പോൾ ഈ നിമിഷം വരെ ഇവർ മാറിയിട്ടില്ല. ഇവരുടെ സംവിധാനം, ഇവിടെയുള്ള ഈ ഹിന്ദുത്വ ഐഡിയോളജി എന്നാൽ ബ്രാഹ്മണിസ് ഐഡിയോളജി തന്നെയാണെന്ന അഭിപ്രായത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. അത് മാറണമെങ്കിൽ ഇവരെന്ത് ചെയ്യണം, ശങ്കരാചാര്യ പ്രതിമയ്ക്ക് മുകളിൽ ഒരു 4 നായയെ കൊണ്ട് നടക്കുന്ന ഒരു ചണ്ടാളന്റെ പ്രതിമയെ സ്ഥാപിക്കണം. നമ്മളുടെ അല്ല കേട്ടോ, ചണ്ടാളന്റെ പ്രതിമയെ സ്ഥാപിച്ചുകൊണ്ട് വർണ്ണ ജാതി വിവേചനങ്ങൾക്കെതിരെ ഇവർ മുന്നോട്ട് വരണം. ശങ്കരാചാര്യ ചണ്ടാളോ സത് ജോസ്തു ശങ്കരാചാര്യ കാണിച്ചു തന്ന ചണ്ടാളിന് ഏറ്റവും താഴ്ത്തപ്പെട്ടവനായ ഒരു വ്യക്തി, ഒരു സമൂഹത്തിന്റെ, ഒരു ജനതയുടെ പ്രതിനിധിയായിരിക്കുന്ന സാക്ഷാൽ മഹാദേവന്റെ സ്വരൂപമായിരിക്കുന്ന ചണ്ടാളനെ ബ്രാഹ്മണന്റെ പ്രതിനിധിയായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്ന ശങ്കരാചാര്യല്ല, സമുദായമല്ല വേണത്. നിങ്ങൾ അറിയാൻ എടുത്തോളൂ. അങ്ങനെയല്ല, ജ്ഞാനത്തിൽ ജ്ഞാനിയും താഴ്ന്നവരിൽ താഴ്ത്തപ്പെട്ടവനുമായിട്ടുള്ള മഹാചണ്ടാളന്റെ സ്വരൂപം, 4 വേദങ്ങളോ അറിവുകളാകുന്ന 4 നായ്ക്കളെ നയിക്കുന്ന ഒരു ചണ്ടാളന്റെ സ്വരൂപത്തെ ഈ രാജ്യത്തിന്റെ മുഖമുദ്രയാക്കി വെച്ചുകൊണ്ട് അതിനെ വന്ദിക്കാൻ നമുക്കാകുന്ന കാലത്തേ ഉള്ളൂ നമ്മുടെ ഹയറാർക്കി സംവിധാനം പോവുള്ളൂ. അതല്ലാണ്ട് ഒരിക്കലും വിഗ്രഹം വെച്ചു എന്നുള്ളത് കൊണ്ടല്ല, ആ ഒരു തലത്തിലേക്ക് നാം മാറേണ്ടതുണ്ട്. അല്ലാണ്ട് നിങ്ങൾ ബ്രാഹ്മണനാകൂ എന്ന് പറയുക, എന്നിട്ട് കർമ്മബ്രാഹ്മണ്യം പറഞ്ഞ ബ്രാഹ്മണനാക്കുക, ആക്കുന്ന ക്ഷേത്രത്തിൽ തന്നെ ഇവനെ പൂജയ്ക്ക് കയറ്റൂല്ല, അതിന് 1000 ന്യായങ്ങളും പറയും. ആ സംവിധാനം ഉള്ളത് കൊണ്ടാണ് ആളുകൾ ഇപ്പോഴും മതം മാറിപ്പോകുന്നത്. അപ്പൊ ഇവിടെ ഞാൻ കൂടുതലൊന്നും ഇനി നീട്ടുന്നില്ല. ഇവിടെ ബഹുമാന്യ മധുജി RSSന്റെ കേസരിയുടെ മുഖ്യ പത്രാധിപനാവുന്നത് കൊണ്ട് തന്നെ ഇത് RSSനോടും
കേസരിയോടും ഉള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരു ആചാര്യം, ഹിന്ദു ആചാരം നിലയ്ക്കും ഒരു കൗള സമ്പ്രദായത്തിന്റെ ആചാരം നിലയ്ക്കും ഒരു ഹിന്ദു ആചാര്യൻ ഒരു ദർശനത്തിന്റെ ആചാര്യം, പ്രത്യേക മലബാര സമ്പ്രദായത്തിന്റെ ഒരു ദർശനാചാര്യം എന്ന നിലയ്ക്കും ആ തലത്തിൽ നിന്നുകൊണ്ടാണ് ചണ്ടാള ഇത് എഴുത്തെഴുതി ചോദിക്കാനൊന്നും പറ്റില്ല. അദ്ദേഹം പബ്ലിക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് വേടനെ. അപ്പൊ വേടന്റെ പക്ഷത്ത് നിന്നുകൊണ്ടും വേടനെ ആക്ഷേപിച്ചത് ഞങ്ങളുടെ സമുദായത്തിലെ ഒരു കലാകാരനെ ആക്ഷേപിച്ചിരിക്കുകയാണ്. അത് ഒരിക്കലും നിങ്ങൾ പൂന്താനത്തെയും മറ്റുള്ളവരും ചെയ്യാത്ത സ്ഥിതിക്ക് അത് ഞങ്ങൾക്ക് നേരിടുള്ള ജാതി അധിക്ഷേപം തന്നെയായിട്ടാണ്, RSSന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നേതാവിന്റെ ജാതി അധിക്ഷേപമായി തന്നെയാണ് ഈ വിഷയത്തിൽ നമ്മൾ കാണുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലവിൽ ഹിന്ദു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ പുരാതനമായിരിക്കുന്ന ഗ്രന്ഥങ്ങളിലെ ഈ വരികളും തെറ്റാണെന്നും ഈ എഴുതപ്പെട്ട ആളുകളും ജാതി വിഭാഗീയതരാണെന്നും പറയുകയും അതല്ല. അപ്പൊ വ്യക്തിപരമായി അദ്ദേഹം പറഞ്ഞു വേടനോട് അദ്ദേഹത്തിന് മുഷ്ടില്ല എന്ന് പറഞ്ഞു. നമുക്കും മധുജിയെ വ്യക്തിപരമായിട്ടൊരു പ്രശ്നമില്ല, മധുജിയുടെ സംഘടനയോട് പ്രശ്നമില്ല. ഈ വീക്ഷണത്തെ ഇത് ഞങ്ങളെ കൊണ്ട് ജാതി പറയിപ്പിക്കുന്നത് ഇവിടുത്തെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളും ഈ തുടർന്നു വരുന്ന ജാതി സംവിധാനവുമാണ് എന്നിരിക്കെ ഞങ്ങളാണ് ജാതി ഉണ്ടാക്കിയത്, ഞങ്ങളുടെ അച്ഛനപ്പന്മാരാണ് ജാതി ഉണ്ടാക്കിയത്, ഈ അടിമത്വം ഞങ്ങളാണ് ഉണ്ടാക്കിയെടുത്താണ്, ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അടിമത്വത്തിൽ അന്നും ഇന്നും ഞങ്ങൾ ഈ വിട്ടുനിർത്തലും ഞങ്ങൾ ഇങ്ങോട്ട് ആഹ്ലാദിക്കുകയാണ് എന്ന രീതിയിൽ മധുജി പറയുന്നുവെങ്കിൽ അത് RSS എന്ന പ്രസ്ഥാനത്തിന്റെ കേരള ഘടകത്തിലെ ഈ നേതാവോ അത്തരം ചിന്തയുള്ള ആളുകളോ ഞങ്ങളെ ആക്ഷേപിക്കുന്നതാണ്. അതിനെ കണ്ടു നിൽക്കാനാകില്ല. ആ ജനതയുടെ ഭാഗത്തുനിന്ന് അവിടെ ആത്മീയാചാര്യൻ എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഒപ്പം ഹിന്ദു സമൂഹത്തിലെ ടോട്ടൽ ഹിന്ദു എന്നെ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന മുഴുവൻ ഹിന്ദുക്കളുടെ പ്രതിനിധിയായിക്കൊണ്ട് ഞങ്ങൾ ഹിന്ദു സമൂഹത്തിൽ ജാതി വിഘടനം ഉണ്ടാക്കരുത്, ഞങ്ങളുടെ ജാതി സാമുദായിക പ്രശ്നങ്ങൾ തീർത്തു തരികയാണ് വേണ്ടത്, അല്ലാണ്ട് ഇതിന്ന് ഒരുത്തനെ എന്നും ആക്ഷേപിച്ചു മാറ്റിക്കൊണ്ടുപോവുകയല്ല, തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത് എന്ന് ഹിന്ദു പക്ഷത്തു നിന്നുകൂടി സംസാരിക്കുകയാണ്. നമ്മൾ ഈ വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ ജാതീയവാദിയും കേവലം ഹിന്ദു അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, ബ്രാഹ്മണർ അവരുടെ കാര്യം പറയുമ്പോൾ അവർ ഹിന്ദുവാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഒരു സ്വയം ആത്മപരിശോധന നടത്തണം. അതല്ല എങ്കിൽ നാളെ ഒരു ബ്രാഹ്മണനെ ആരെങ്കിലും കല്ലെറിഞ്ഞാലും ചണ്ടാള ബാബ കല്ലെറിഞ്ഞവൻ ചെയ്ത് തെറ്റാണെങ്കിൽ ആ പക്ഷത്തുണ്ടായിരിക്കും എന്ന് എന്നുമുള്ള പ്രവർത്തനത്തിന്റെ ഇപ്പോഴും പറയുന്നു. അതുകൊണ്ട് RSS സ്വയം ഈ കേരളത്തിലെ RSS ഘടകങ്ങൾ സ്വയം പരിശോധിക്കണം. പ്രത്യേകിച്ച് RSSന് മുഴുവൻ പങ്കില്ലെങ്കിൽ കേസരി പത്രാധിപനോ ആ തലത്തിൽ ഏത് തലത്തിലാണോ അദ്ദേഹം പ്രവർത്തിക്കുന്നെങ്കിൽ അദ്ദേഹം സ്വയം പരിശോധിച്ചുകൊണ്ട് ഈ തെറ്റ് തിരുത്തുക തന്നെ വേണം. അതല്ല എങ്കിൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹിന്ദു വിരുദ്ധമാണെന്നും അത് കൃത്യമായി അവരുടേതായിരിക്കുന്ന വെജിറ്റേറിയനിസത്തിന്റെയും അവരുടെ ബ്രാഹ്മണിസത്തിന്റെ ഹിഡൻ അജണ്ടയാണെന്നും അങ്ങനെയാണെങ്കിൽ അവരാണ് ജാതി ഭീകരവാദികളെന്നും അവരുടെ സിദ്ധാന്തം മാറ്റാത്തിടത്തോളം കാലം നമ്മുടെ ജനതയും മാറാൻ പോകുന്നില്ല. മാറാത്ത ജനതയ്ക്കൊപ്പം ആശയപരമായി അതിന്റെ ഒപ്പം നിൽക്കുമ്പോഴും ഏതെങ്കിലും രാഷ്ട്രവിരുദ്ധവും ധർമ്മവിരുദ്ധവുമായ വിധ്വംസക ശക്തികൾക്കൊപ്പം അവർ പ്രവർത്തിക്കുന്നു എങ്കിൽ നമ്മൾ അത്തരം ആളുകളോട് ബന്ധപ്പെടാനോ സഹകരിക്കാനോ ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും നമുക്ക് നേരിട്ട് വേടനെ അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മീയ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ അവർക്ക് മറ്റാരും രംഗത്തേക്ക് വരാത്തത് കൊണ്ട് തന്നെയാണ് ചണ്ടാള ബാബ സംസാരിച്ചിരിക്കുന്നത്. അതിന് നമ്മുടെ മക്കൾ, സഹോദരങ്ങൾ, ഭക്തർ, അതുപോലെ തന്നെ ഓരോ ധർമ്മവിത്തുക്കളും ആ രീതിയിൽ കാണുന്നു. ജനാധിപത്യ മര്യാദകൾ ഫോളോ ചെയ്യുന്ന ഓരോ മനുഷ്യരും ഈ പറഞ്ഞതിന്റെ ആശയത്തെ മനസ്സിലാക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രം എല്ലാവരും ഐക്യത്തിൽപ്പെടണമെന്നും പ്രത്യേകിച്ച് സനാതനധർമ്മത്തിന്റെ ഈ ഹിന്ദു ധർമ്മത്തിന്റെ നമ്മൾ ആദ്യം പറഞ്ഞ ആ ധർമ്മവ്യവസ്ഥയുള്ള ആളുകൾ പരസ്പരം വിദ്വേഷമില്ലാതെ ഈ ചാതുർവർണ്ണയൊന്നുമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് മനുഷ്യത്വമാണ്. വേദവും പുണ്ണാക്കൊണ്ടൊന്നുമല്ല നമുക്ക് കാര്യമുള്ളത്. നമുക്ക് വേണ്ടത് മനുഷ്യത്വമാണ്. മനുഷ്യത്വത്തിന് വേണ്ട അറിവാണ്. അറിവെന്താ? നമ്മളൊക്കെ മനുഷ്യരാണെന്ന ബോധം. മനുഷ്യന് മാത്രമേ ഭൂമിയിൽ ദൈവത്തെ പോലെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നൊരു ബോധം. അതിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു, അത് ശാസ്ത്രജ്ഞാനത്തിന് വേണ്ടി ഇതിനെ ഉപയോഗിക്കുന്നു എന്നല്ലാണ്ട് വെറും തീറ്റയും കുടിയുമല്ല ഈ ധർമ്മം. അതൊന്നുമല്ല ഈ ധർമ്മം. ആത്മസാക്ഷാത്കാരം നേടുക. നമ്മൾ തന്നെയാണ് ഈ പരാശക്തി, നമ്മൾ തന്നെയാണ് പരമേശ്വരൻ, നമുക്ക് മാത്രമേ ദൈവമാകാൻ പറ്റുള്ള ചിന്തയിലേക്ക് വരിക. അതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ജാതി, സാമുദായിക, മത, രാഷ്ട്രീയ, ലിംഗ, ഭാഷ, ഭക്ഷണ ഭേദങ്ങൾ ആരെങ്കിലും വെക്കുന്നു എങ്കിൽ അത് നിങ്ങളുടേതായിരിക്കുന്ന സഭ്യമായ ഭാഷയിൽ നിങ്ങൾക്ക് കലയായിട്ടോ അല്ലെങ്കിൽ സംഭാഷണങ്ങളായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പ്രതിരോധിച്ചോളൂ. കാരണം എന്താണ്? അത് നമുക്ക് വേണ്ട. അത് വേടൻ ചെയ്താൽ അവിടെ വേടനിലൊരു ധർമ്മമുണ്ടെന്നും വേടൻ ജാതി വിവേചനങ്ങൾക്കെതിരെയാണ് സംസാരിക്കുന്നെങ്കിൽ വേടനാണ് എന്നെ സംബന്ധിച്ച് സനാതനധർമ്മി എന്നും അത് പറയുന്നത് തെറ്റാണ്, ഭീകരവാദി എന്ന് കേസരിയുടെ പത്രാധിപന്റെ RSSന്റെ പത്രാധിപൻ ആയതുകൊണ്ട് മധുജിക്ക് പറയാമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ധർമ്മവിരുദ്ധനാണെന്നും പറഞ്ഞുകൊണ്ട്, രാഷ്ട്രവിരുദ്ധനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു. അതല്ല, എല്ലാവരും നന്മയാണ് കരുതിയെങ്കിൽ ആ നന്മയായി തന്നെ നിൽക്കട്ടെ. അത് രാഷ്ട്രസ്നേഹമാണ്. അപ്പൊ ആ രാഷ്ട്രസ്നേഹത്തിന്റെയും രാഷ്ട്രത്തിന്റെ വൈവിധ്യങ്ങളുടെയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഒന്നിച്ചു പോകണമെന്ന സത്യസന്ധമായ പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ ഈ പറയാൻ ശ്രമിച്ചത് ഭിന്നിപ്പിന് വേണ്ടിയല്ല, ഒന്നിപ്പിന് വേണ്ടിയാണ്. ഒന്നിപ്പ് അഡ്ജസ്റ്റ്മെന്റ് അല്ല. ഒരു ഹൈറാർക്കി സംവിധാനം നിർത്തിക്കൊണ്ടാവരുത്. അതിനെ തച്ചുതകർത്തുകൊണ്ടായിരിക്കണം. അതിന്റെ പൗരാണിക ഗ്രന്ഥങ്ങളുടെ ആശയങ്ങളെ ചുട്ടരിച്ചുകൊണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്തായാലും ഇവരെ ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീലി അമ്മയും മുത്തിവെറ്റ കുട്ടിച്ചാത്തന്മാരും സകല പഠിമോനോക്കളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ. ഹരി നമ ചണ്ടാള രൂപായ ഗുരു ശ്രീപാദകാംബൂജയം ചണ്ടാളഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.